സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നും ഉണ്ടായില്ല. സൂക്ഷ്മ പരിശോധനയ്ക്കും കൂടുതൽ പഠനത്തിനും സമയം വേണമെന്ന് പറഞ്ഞാണ് റിയാദ് കോടതി വിധി പറയുന്നത് മാറ്റിവെച്ചത്. 6ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. അടുത്ത സിറ്റിംഗ് തീയതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ ബെഞ്ച് കേസ് പരിഗണിക്കുമെന്ന് റിയാദ് ക്രിമിനൽ കോടതി അറിയിച്ചു. പ്രാദേശിക സമയം രാവിലെ 8 മണിയോടെയാണ് റിയാദ് ക്രിമിനൽ കോടതി റഹീമിന്റെ കേസ് പരിഗണിച്ചത്. ജൂലൈ 2-ന് അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസിൽ തീർപ്പാകാത്തതിനാലാണ് ജയിൽ മോചനം നീളുന്നത്. ജയിൽ മോചന ഉത്തരവ് ഉണ്ടായാൽ അത് മേൽക്കോടതിയും ഗവർണറേറ്റും അംഗീകരിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമാകും റഹീം ജയിൽ മോചിതനാകുക. നാട്ടിലേക്ക് വരാനുള്ള യാത്രാരേഖകളെല്ലാം റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ കേസ് പരിഗണിച്ചെങ്കിലും ജനുവരി 15-ലേക്ക് കേസ് മാറ്റുകയായിരുന്നു. സ്പോൺസറുടെ ചലനശേഷിയില്ലാത്ത മകൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ 18 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. ദയാധനം സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകാമെന്ന് സൗദി യുവാവിന്റെ കുടുംബം ഔദ്യോഗികമായി അറിയിക്കുകയും തുടർ നടപടികൾക്കായി പണം കൈമാറുകയും ചെയ്തതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത്. ദയാധനമായി 15 മില്യൺ റിയാൽ മലയാളികളാണ് സ്വരൂപിച്ച് മരിച്ച ബാലന്റെ കുടുംബത്തിന് കൈമാറിയത്. സൗദി ജയിലിൽ ശിക്ഷ കാത്ത് കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി രൂപീകരിച്ച ധനസമാഹരണ കമ്മിറ്റിക്ക് കരുത്തേകിയത് ബോച്ച് യാചക യാത്രയാണ്. 2024 ഏപ്രിൽ 8-ന് തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് ആരംഭിച്ച യാത്ര കാസർഗോഡ് ലക്ഷ്യമിട്ടായിരുന്നു പുറപ്പെട്ടത്. കോളേജുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ നേരിട്ട് പൊതുജനങ്ങളോട് സഹായം യാചിച്ചാണ് ബോച്ചെ മുന്നേറിയത്. ഇതിലൂടെയാണ് റഹീമിന്റെ കഥ ലോകം അറിയുന്നത്. പിന്നാലെ സഹായ നിധിയിലേക്ക് പണത്തിന്റെ ഒഴുക്കായിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.